ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ദിവസമായില്ലേ വീഡിയോസൊന്നും ഇടാത്ത. ചെറിയൊരു മടി കൊണ്ടാണ്, മഴയെല്ലാം ആയതുകൊണ്ടുള്ള മടിയാണ്. അങ്ങനെ ഞാനിത് കുറേ നാൾ മുമ്പേ എടുത്തു വെച്ചൊരു വീഡിയോ ആണ്. എൻ്റെ ഫിസിൽ ഖാൻ ഫ്രണ്ടിൻ്റെ വൈഫ്, അതായത് നമ്മളെ ഫ്രണ്ട് തന്നെ, അവൾ ഉംറയ്ക്ക് പോയി വന്നിട്ടുണ്ടായിന്. അപ്പോൾ അങ്ങനെ ഓളെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി പോയ ദിവസത്തെ ചെറിയ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഒരു 4 മണി 5 മണി ആ ടൈമിലാണ് പോയത്. നമ്മൾ 2-3 ആൾ വണ്ടിയിൽ വന്നിട്ടുണ്ടായിന്. കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, ഓൺ ദ വേ വരുന്നുണ്ട് ഇരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മളിവിടെ എത്തിയ പാടന്നെ കുട്ടികളെല്ലാം മുറ്റത്ത് ഇറങ്ങി കളിയാന്ന്. അങ്ങനെ പിന്നെ നമ്മൾ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഓള് സംസം വെള്ളം ഈത്തപ്പഴം എല്ലാം കൊടുക്കുമല്ലോ, മൃഗമായി വന്നവർ അങ്ങനെ കൊടുക്കും. അപ്പോൾ നമ്മൾ വന്ന പാടന്നെ അങ്ങനെ അതെല്ലാം കഴിച്ച് അങ്ങനെ വർത്താനെല്ലാം പറഞ്ഞിരിക്കലാന്ന്. അപ്പോഴത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരും കൂടി എത്തിയിട്ടുണ്ട്. അങ്ങനെ അവരും ഇതെല്ലാം കഴിച്ച് ഓള് ചായക്ക് വേണ്ടിയിട്ട് ഉഴുന്നെല്ലാം പുതിർത്തി വെച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഉഴുന്നെല്ലാം എല്ലാവരും കൂടി അരച്ച് ഉഴുന്ന് വട ചുടലാന്ന്. ഒരാൾ ഉഴുന്ന് വട ചുടുന്ന്, ഒരാൾ ചട്നി ഉണ്ടാക്കുന്ന, ഒരാൾ ചായ ഉണ്ടാക്കി. അങ്ങനെ എല്ലാവരും കൂടി ഈക്വലായിട്ട് ഷെയർ ചെയ്തിട്ട് പണിയെല്ലാം അങ്ങനെ എടുത്ത് കുട്ടികൾക്ക് ഫസ്റ്റ് നമ്മൾ ചായ കൊടുത്ത്, അത് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ ചായ കുടിക്കാനിരിക്കുന്നത്. നമ്മൾ പിന്നെ മെല്ലന വർത്താനെല്ലാം പറഞ്ഞ് കുടിക്കാനിരുന്നതാണ്. തുളയിട്ടിട്ടില്ല കേട്ടോ, ഉഴുന്ന് വടക്ക് തുളയിടാണ്ട് അങ്ങനെ ജസ്റ്റ് വേഗാകാൻ വേണ്ടിയിട്ട് നമ്മളങ്ങനെ ജസ്റ്റ് ഇട്ടിട്ട് അങ്ങനെ എടുത്തതാണ്. അങ്ങനെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ സമാധാനത്തിൽ ഒരാൾ കല്യാണം ഉള്ളതുകൊണ്ട് തന്നെ അവൾ വേഗം പോയിട്ടുണ്ട് കേട്ടോ വീട്ടിലേക്ക്. പിന്നെ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ട് ഇങ്ങനെ അവിടുന്ന് നല്ല വ്യൂ ആണ്. താഴേക്ക് നോക്കിയാൽ ഒരു കുന്നിൻ്റെ മുകളിലായിട്ടാണ് വീട് വരുന്നത്. അപ്പോൾ നല്ല വ്യൂ ആണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ മേലയിലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയൊരു സ്പോട്ട് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോക്കാന്ന്. അപ്പോൾ എജു പാർക്ക് എന്ന് പറഞ്ഞിട്ട് ചെറിയൊരു കോച്ചിങ് സെൻറ്റർ, അങ്ങനെ ക്ലാസ്സസ് എല്ലാം നടത്തുന്ന ഒരു ചെറിയൊരു സ്ഥലമാണ്. അവിടെ നല്ല ആംബിയൻസ്, ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ്. എന്നിട്ട് അടുത്തേക്ക് പോക്കാന്ന്. അപ്പോൾ നമ്മൾ പോയ ടൈം നല്ല വെയിലും ചൂടുള്ള സമയമാണ്. പക്ഷെ വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ നല്ല തണലെല്ലാം വന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു അതിലോട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവിടുന്ന് പൂവെല്ലാം പറിച്ച് ഇങ്ങനെ വെറുതെ വർത്താനെല്ലാം പറഞ്ഞ് എല്ലാവരും ഇങ്ങനെ നടത്താം. അപ്പോഴത്തേക്ക് ആ സ്ഥലത്തെത്തി, നമ്മൾ പറഞ്ഞ എജു പാർക്കിലെത്തി. ജസ്റ്റ് അടുത്ത് തന്നെ ഓളെ വീട് കഴിഞ്ഞ് 2 വീട് കഴിഞ്ഞ പാടന്നെ കുറച്ച് മേലോട്ടേക്കാണ്. അപ്പോൾ അവിടെ ക്ലോസ് ആയിട്ടുണ്ട്, 5 മണിയെല്ലാം ആയി. പിന്നെ ക്ലോസിങ് ആയിട്ടുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ടായിന് ക്ലോസ് ആയിരിക്കും. പിന്നെ നമ്മൾ വെറുതെ പോയോക്കിയതാണ്. അപ്പോഴത്തേക്ക് ഫുഡെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ വേഗം പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് കേട്ടോ, പക്ഷെ ഓള് വിടുന്നില്ല. നമുക്ക് ഇന്ന് ഇവിടെ നിൽക്കാൻ കൂടാന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് ഫുഡെല്ലാം വാങ്ങിയിട്ട് ഇവിടുന്ന് കൂടാം. ഹസ്ബൻഡുമാരെല്ലാം വിളിച്ചാൽ കുഴപ്പമില്ല, അവരെവിടെയോ പോയിട്ടുണ്ട്, ഞങ്ങൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഓർഡർ ചെയ്ത ഫുഡെല്ലാം വന്ന് അങ്ങനെ പിന്നെ ഇവിടെ ഗ്ലാസ്സാണ് അവളെ പുറത്ത്. അങ്ങനെ അവിടെ നല്ല രസമാണ് പുറത്തേക്ക് നോക്കുമ്പോൾ. അങ്ങനെ മഗ്‌രിബായി, നിസ്കാരമെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ വെറുതെ അവിടെ ഇരിക്കുമ്പോൾ ഓൾ മിഠായിയെല്ലാം കൊണ്ടുവന്ന്, ഓളങ്ങനെ കൊണ്ടുവന്ന മിഠായിയെല്ലാം എല്ലാവർക്കും തന്ന്. അങ്ങനെ മിഠായിയെല്ലാം കഴിച്ച് പിന്നെ അങ്ങനെ നമ്മളെന്തെങ്കിലും ഗെയിംസ് എന്തെങ്കിലും കളിക്കാമെന്നെല്ലാം മറ്റു കുട്ടികളെല്ലാം ചാനലെല്ലാം ഉണ്ടാക്കുന്നുണ്ട്, പെൺകുട്ടികളെല്ലാം. പിന്നെ ബാക്കിയുള്ള കുട്ടികൾ കളിക്കുന്ന TV കാണുന്ന അങ്ങനെയെല്ലാമാണ്. അപ്പോൾ നമ്മളെന്താക്കി അവിടുന്ന് ഇങ്ങനെ മിഠായിയെല്ലാം കഴിച്ച് പിന്നെ അങ്ങനെ ഓള് ലൈമ് കളിക്കൊണ്ടുവന്ന്, വേറൊരാൾ പോയിട്ട് ലൈം കളിക്കൊണ്ടുവന്ന്. നല്ല ചൂടുള്ള സമയമല്ലേ, അപ്പോൾ തണുപ്പ് ലൈം കുടിക്കുമ്പോൾ നല്ല രസമുണ്ടായിന്. അങ്ങനെ എല്ലാം കഴിച്ച് പിന്നെ നമ്മൾ കള്ളനും പോലീസും കളിക്കാൻ എന്നിട്ട് അങ്ങനെ കള്ളനും പോലീസും കളിക്കലാണ്. അപ്പോൾ വേറെ അടുത്ത മിഠായി വന്ന് അങ്ങനെ അതും കഴിച്ച് എല്ലാം കഴിച്ചിട്ട് പിന്നെ അങ്ങനെ കള്ളനും പോലീസും കളിക്കാൻ എന്നിട്ട് അങ്ങനെ അതിനുള്ള പേപ്പറെല്ലാം എഴുതിയിട്ട് ആക്കലേന്ന്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഞാൻ കള്ളനായി കേട്ടോ, അപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുട്ടികളും ഫുഡെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഓരോ കുട്ടികൾക്കായിട്ട് ഉറക്കെല്ലാം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ പിന്നെ ഫുഡ് കൊടുക്കലാന്ന് കുട്ടികൾക്ക്. അപ്പോൾ നമ്മളൊന്ന് പരിപരിയോ ഒന്ന് നോർമലും ഒന്ന് നോർമൽ അൽഫാം മന്തിയോ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിന്. അങ്ങനെ ഫുഡെല്ലാം അടുത്ത് നല്ല ടേസ്റ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ അവിടെ നിന്ന് തന്നെ ഓർഡർ ചെയ്തത്. മട്ടന്നൂർ ഷോപ്പിലാണ്, റാറാവീസിലെ. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ ഡെലിവറി ഉണ്ടായിന്. അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് കുട്ടികളെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ നമ്മളും കഴിക്കലാന്ന്. കുറേ ബാക്കിയായിരുന്നു കേട്ടോ, റൈസെല്ലാം കുറേ ബാക്കിയായിരുന്നു. പിന്നെ എല്ലാം വീട്ടിലേക്കെല്ലാം കൊണ്ടുവന്ന ആളങ്ങനെ എടുത്ത് പിന്നെ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കുറേ സമയം ഫുഡ് കഴിച്ചിട്ട് അന്താക്ഷരിയും കാര്യങ്ങളെല്ലാം കളിച്ചിട്ടുണ്ടായിന്. ഭർത്താക്കന്മാരെല്ലാവരും വരുന്നവരെ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഓരോ കുട്ടികളായിട്ട് ഉറങ്ങി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് നമുക്ക് സംസം വെള്ളം ഈത്തപ്പഴമുള്ള വീട്ടിലേക്ക് തന്ന്
പിന്നെ നമ്മളിതാ ഷെയറിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എല്ലാവരും ഓരോരുത്തരായി വീട്ടിലേക്ക് പോക്കായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വ്ളോഗ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.